കൊച്ചി സ്റ്റേഡിയം ലിങ്ക് റോഡിലെ വിചിത്രമായ ടാറിംഗ് വിവാദമായതോടെ റോഡ് പൂർണ്ണമായും ടാർ ചെയ്തു. വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ ഭാഗം ഒഴിവാക്കിയായിരുന്നു ആദ്യം ടാറിംഗ് നടത്തിയത്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് 2 മണിക്കൂറിനുള്ളിൽ ടാറിംഗ് പൂർത്തിയാക്കി. ചിലപ്പോഴൊക്കെ റോഡ് ടാർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റോ അല്ലെങ്കിൽ ടെലിഫോൺ പോസ്റ്റോ ഒക്കെ റോഡിൽ കാണാറുണ്ട്. അത് റോഡിൻ്റെ ഒരു സൈഡിൽ തന്നെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ടാർ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അത് അവിടുന്ന് മാറ്റം ചെയ്യുന്നത് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ സ്റ്റേഡിയം ലിങ്ക് റോഡിലെ ആ കാഴ്ച നമ്മളൊന്ന് കാണണം. രണ്ട് കാറുകളടക്കം 4 വാഹനങ്ങളാണ് സ്റ്റേഡിയം ലിങ്ക് റോഡിൽ പാർക്ക് ചെയ്തിരുന്നത്. വാഹനങ്ങൾ മാറ്റാൻ മെനക്കെടാതെ കരാറുകാരൻ ചുറ്റും ടാറിംഗ് നടത്തി മടങ്ങി. വിചിത്രമായ ടാറിംഗ് സംബന്ധിച്ച വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതോടെ കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ ഇടപെട്ടു. തുടർന്ന് വാഹനങ്ങൾ മാറ്റി 2 മണിക്കൂറിനകം ടാറിംഗ് പൂർത്തിയാക്കി. വാഹനങ്ങൾ ലോക്കായിരുന്നതിനാലാണ് ഇവ മാറ്റി ടാർ ചെയ്യാൻ സാധിക്കാറുന്നതെന്നാണ് കരാർ കമ്പനിയുടെ വാദം. വാഹനങ്ങൾ മാറ്റണമെന്ന് കൗൺസിലറോട് ആവശ്യപ്പെട്ടിരുന്നതായും ഇവർ പറയുന്നു. വണ്ടി എല്ലാം ലോക്കായിരുന്നു. നമ്മൾ സ്വന്തം നില ലോക്ക് പിടിച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ രാത്രി 1 മണി സമയത്ത് ടാർ ചെയ്യാൻ വന്നെ. അപ്പോൾ അതുകൊണ്ട് കൗൺസിലറെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൗൺസിലറെ പിറ്റേ ദിവസം കോൺടാക്ട് ചെയ്തപ്പോൾ കൗൺസിലർ ലോക്ക് നിങ്ങൾ പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല, പൊട്ടിച്ച് വണ്ടി മാറ്റിയോ കുഴപ്പമില്ല എന്നുള്ള പുള്ളി പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് വന്നത്. അതുകൊണ്ടാണ് അപ്പോൾ അന്ന് ഞായറാഴ്ച വൈകിട്ട് വീണ്ടും മഴയായി പോയത്, പിന്നെ അങ്ങ് ചെയ്യാൻ വരാൻ പറ്റിയില്ല. എന്നാൽ വാഹനങ്ങൾ മാറ്റി റോഡ് പൂർണ്ണമായും ടാർ ചെയ്യേണ്ടിയിരുന്നത് കരാർ ഏറ്റെടുത്ത കമ്പനിയാണെന്നാണ് കൗൺസിലറുടെ വാദം. ടാർ ചെയ്യുമെന്ന് പറഞ്ഞത്, പക്ഷെ എന്ന് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അത് ഇന്ന രാത്രി ചെയ്യുമെന്നോട് പറയണമല്ലോ. അത് അധികാരികളുടെ ഭാഗത്ത് തന്നെ അറിയിച്ചിട്ടില്ല, കോൺട്രാക്ട് തന്നെ അറിയിച്ചിട്ടില്ല. വാഹനങ്ങൾ മാറ്റാതെ ടാറിംഗ് നടത്തിയതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം സിജോ ബിജോൺ, ന്യൂസ് 18 കൊച്ചി. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത കാസർഗോട്ടെ കെൽ EML കമ്പനി ഏപ്രിൽ 1 മുതൽ വീണ്ടും തുറന്നു പ്രവർത്തിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കമ്പനി തുറക്കുന്നതിന്റെ സന്തോഷത്തിലാണ് തൊഴിലാളികൾ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഫെൽ EML സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കെൽ EML എന്ന പുതിയ പേരിലാണ് പ്രവർത്തനം തുടങ്ങുന്നത്. 111 ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഇവർക്ക് തൊഴിൽ നൽകുക. നിലവിൽ ഏതാനും മെഷീൻ ഉൽപ്പാദന ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ ഉൽപ്പാദനം തുടങ്ങിയ ശേഷം മുഴുവൻ പേരെയും ജോലിയിൽ പ്രവേശിപ്പിക്കും. 2020 മാർച്ചിൽ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കമ്പനി അടച്ചിട്ടു. 2021 മെയ് 11 സംസ്ഥാന സർക്കാർ കമ്പനി ഏറ്റെടുത്തു. നവീകരണത്തിനാവശ്യമായ ഫണ്ട് ലഭിക്കാൻ വൈകിയതും തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച കരാർ ഒപ്പുവെക്കാത്തതുമാണ് പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് തടസ്സമായത്. മാർച്ച് 15 കരാർ ഒപ്പുവെച്ചതോടെ കെൽ EML എന്ന പേരിൽ കമ്പനി പ്രവർത്തനം പുനരാരംഭിക്കാൻ വഴി തുറന്നു. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ദിനമാണ് ഏപ്രിൽ 1. കേന്ദ്ര ഗവൺമെൻറ് അടച്ചുപൂട്ടപ്പെട്ട സ്ഥാപനം, സ്വകാര്യവൽക്കരിക്കാൻ വെച്ച സ്ഥാപനം കേരള ഗവൺമെൻറ് ഏറ്റെടുത്ത് വീണ്ടും തുറന്ന് പ്രവർത്തിക്കുകയാണ്. 125ഓളം വരുന്ന ജീവനക്കാരുടെ ഭാവി ഭദ്രമാക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനും കാസർഗോഡ് ജില്ലയിലെ വ്യവസായ വികസനത്തിന് കുതിപ്പേകാനും ഈ നടപടി സഹായമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏപ്രിൽ 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കമ്പനിയുടെ പുനരുദ്ധാരണത്തിനായി 20 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് നാദാപുരത്ത് വിവാഹം നിശ്ചയിച്ച യുവതിയുടെ വീടിൽ തീ കൊളുത്തിയ ശേഷം യുവാവ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ജാതിയേരി പൊൻപറ്റ വീട്ടിൽ രത്നേഷാണ് മരിച്ചത്. പൊള്ളലേറ്റ യുവതിയെയും വീട്ടുകാരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് അറിയിച്ചു. നാദാപുരം കല്ലുമ്മൽ ചെറിയ കുനിയിൽ കണ്ണന്റെ വീട്ടിലാണ് രത്നേഷ് ആക്രമണം നടത്തിയത്. പുലർച്ചെ 2 മണിയോടെ കണ്ണന്റെ വീട്ടിലെത്തിയ രത്നേഷ് വീടിന്റെ മുകൾ നിലയിൽ കയറി വാതിൽ തകർത്ത് കിടപ്പുമുറിക്ക് തീവച്ചു. വീട്ടിൽ നിന്ന് തീ പടരുന്നത് കണ്ട അയൽവാസികൾ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടി. ഇതോടെ വീട്ടിൽ നിന്ന് പുറത്തു കടന്ന രത്നേഷ് ദേഹത്തെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. വീട്ടുവളപ്പിൽ വെച്ച് തന്നെ യുവാവ് മരിച്ചു. പരിക്കേറ്റ കണ്ണൻ, ഭാര്യ ശാന്ത, മക്കളായ അശ്വതി, ഷൈജേഷ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല. 1 മണിക്കൊരു ശബ്ദം കേൾക്കുന്നായിരുന്നു. കരയുന്ന കൂറ്റായിട്ട് അങ്ങനെ പാഞ്ഞു വന്ന് പോകുമ്പോൾ ഒട്ടാകെ തീയ മേലെ ഒരേൻ്റെ മേലെ അങ്ങനെ ആൾക്ക് തിരിയുന്നില്ല. ഞങ്ങൾ ചെറിയോളായിരിക്കും എന്നുള്ള അറിയില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് അവിടെ ഒരു കോണിയുമ്മേൽ തന്നെ കീഞ്ഞി വായിലൊഴിക്കുന്നുണ്ട്. പിന്നെ തീയ കണ്ട് വന്ന് വീണക്ക് അത് 1 മിനിറ്റ് ജീവനോട് വന്നിട്ടില്ല. ഇതന്നെ സംഭവം.
അശ്വതിയോട് രത്നേഷ് നേരത്തെ വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നുവെങ്കിലും നിരസിച്ചിരുന്നു. ഇതിനിടെ മറ്റൊരു യുവാവുമായി ഏപ്രിൽ 4-ന് അശ്വതിയുടെ വിവാഹമുറപ്പിക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായാണ് രത്നേഷ് ആക്രമണം കാണിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ 2 ക്വാർട്ടേഴ്സ് പൊളിച്ചു മാറ്റിയതിൽ ചട്ടലംഘനവും അഴിമതിയെന്ന് പ്രതിപക്ഷം. ഐസൊലേഷൻ വാർഡ് നിർമ്മാണത്തിന്റെ പേരിലാണ് ക്വാർട്ടേഴ്സ് പൊളിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് പ്രവൃത്തി തൽക്കാലം നിർത്തിവെച്ചു. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കാനായി ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു മാറ്റിയത് ചട്ടലംഘനവും അഴിമതിയുമാണെന്ന ആരോപണവുമായാണ് മുക്കം നഗരസഭയിലെ പ്രതിപക്ഷാംഗങ്ങൾ രംഗത്തെത്തിയത്. ചട്ടപ്രകാരം മുനിസിപ്പാലിറ്റിയുടെ ആസ്തികൾ പൊളിക്കുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ മുനിസിപ്പൽ കമ്മിറ്റിയുടെ തീരുമാനം നിർബന്ധമാണ്. ഈ ചട്ടം ലംഘിച്ച് ടെൻഡർ വിളിക്കുകയോ മറ്റു നടപടിക്രമങ്ങൾ പാലിക്കുകയോ ചെയ്യാതെ കെട്ടിടം പൊളിച്ചെന്നാണ് ആരോപണം. നഗരസഭാ ചെയർമാൻ തന്നിഷ്ടപ്രകാരം സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയാണ് കെട്ടിടം പൊളിച്ചതെന്നും പിന്നിൽ അഴിമതിയുണ്ടെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. ഇത് ഞങ്ങൾ നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടില്ല, ഇതിന് വിലയിട്ട ടെൻഡറില്ല, പിന്നെ ഇത് ലേലം ചെയ്യാനുള്ള ടെൻഡർ എടുത്തിട്ടില്ല, ഇതൊന്നും നടന്നിട്ടില്ല. ഒരു നടപടിയും ചെയ്യാതെ ഈ കെട്ടിടം പൊളിച്ചു മാറ്റി ഒരു സ്വകാര്യ വ്യക്തി കൊണ്ടുപോയിരിക്കുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ക്വാർട്ടേഴ്സ് പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ന്യൂസ് 18 മുക്കം. ഖത്തറിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്ന് സ്വർണം കണ്ടെത്തി. എക്സ്റേ പരിശോധനയിലാണ് ശരീരത്തിനുള്ളിൽ സ്വർണം ഒളിപ്പിച്ചതായി കണ്ടെത്തിയത്. കോഴിക്കോട് സ്വദേശിയായ ഇസ്മയിൽ, ഇയാളെ കൊണ്ടുപോകാനെത്തിയ ഇക്ബാൽ എന്നിവരാണ് പിടിയിലായത്. 800 ഗ്രാം മിശ്രിത രൂപത്തിലുള്ള സ്വർണം പുറത്തെടുത്തു. ഇടുക്കി അയ്യപ്പൻകോവിലിൽ തൂക്കുപാലത്തിന് സമീപം തലയോട്ടി കണ്ടെത്തി. ഇടുക്കി ജലാശയത്തിൽ ജലനിരപ്പ് താഴ്ന്ന ഭാഗത്തു നിന്നാണ് തലയോട്ടി കണ്ടെത്തിയത്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ മറ്റെവിടെ നിന്നെങ്കിലും ഒഴുകിയെത്തിയതാവണമെന്നാണ് നിഗമനം. അടുത്ത കാലത്ത് ഈ മേഖലയിൽ കാണാതായവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. നെയ്യാറ്റിൻകരയിലും പാറശാലയിലും ദേശീയപാതയിൽ സമരാനുകൂലികൾ സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ചരക്ക് വാഹനങ്ങൾ നെയ്യാറ്റിൻകരയിൽ തടഞ്ഞിട്ടു. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. പൊഴിയൂർ, ഉച്ചക്കട, ബാലരാമപുരം പ്രദേശങ്ങളിലും സമരാനുകൂലികൾ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞു. മലയോര മേഖലയിൽ പെട്രോൾ പമ്പുകളും തുറന്നില്ല. ആറ്റിങ്ങലിൽ രോഗിയുമായി വന്ന ആംബുലൻസ് സമരാനുകൂലികൾ തടഞ്ഞു. പാരിപ്പള്ളിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയ ആംബുലൻസാണ് തടഞ്ഞത്. വാഹനത്തിന് താക്കോൽ സമരാനുകൂലികൾ വലിച്ചൂരി. ആംബുലൻസ് ഡ്രൈവർ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കൊട്ടാരക്കരയിൽ KSRTC ഡ്രൈവർക്ക് മർദ്ദനം. അഞ്ചൽ സ്വദേശി ദിലീപ് ഖാനാണ് മർദ്ദനമേറ്റത്. ബൈക്കിലെത്തിയ ആൾ ബസ്സിലേക്ക് ചാടിക്കയറിയാണ് മർദ്ദിച്ചത്. സംഭവത്തിന് CPM ലോക്കൽ കമ്മിറ്റി അംഗം രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദിലീപ് ഖാനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടകര പാസ്പോർട്ട് ഓഫീസ് സമരാനുകൂലികൾ 2ാം ദിവസവും അടപ്പിച്ചു. രാവിലെ തുറന്നെങ്കിലും പ്രകടനമായി എത്തിയ സമരാനുകൂലികൾ ഓഫീസ് അടപ്പിക്കുകയായിരുന്നു. വയനാട്ടിൽ നിന്നടക്കം നിരവധി പേരാണ് ഇവിടെ എത്തിയിരുന്നത്. പണിമുടക്കിൽ വലഞ്ഞ മൂന്നാറിലെ വിനോദസഞ്ചാരികൾ. ഹോട്ടലുകൾ തുറക്കാത്തത് സഞ്ചാരികളെ ഏറെ ബുദ്ധിമുട്ടിച്ചു. ഹോട്ടലുകൾ അടഞ്ഞുകിടന്നതിനാൽ രാവിലെ മൂന്നാറിലെത്തിയ പലർക്കും ഭക്ഷണം ലഭിച്ചില്ല. ടൗണിലെ ചില പെട്ടിക്കടകളാണ് ഇവർക്ക് ആശ്രയമായത്. 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയവരിൽ പലരും അടുത്ത ദിവസത്തെ സന്ദർശനം ഒഴിവാക്കി നാട്ടിലേക്ക് മടങ്ങി. സമരക്കാർ എടവണ്ണപ്പാറയിലെ പെട്രോൾ പമ്പ് അടപ്പിച്ചത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടായി. സമരക്കാർ രാവിലെ തന്നെ പെട്രോൾ പമ്പ് അടപ്പിച്ചിരുന്നു. കച്ചവടക്കാരും അക്രമം ഭയന്ന് കടകൾ അടച്ചു. ആശുപത്രിയിലും മറ്റും പോകേണ്ട സാധാരണക്കാർ ഇന്ധനം ലഭിക്കാതെ ബുദ്ധിമുട്ടി. തിരുവനന്തപുരം വെമ്പായത്ത് സമരക്കാർ KSRTC ബസ് തടഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കരയിലേക്ക് പോയ ബസ്സാണ് തടഞ്ഞത്. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ സമരപ്പന്തലിന് മുന്നിൽ വെച്ചാണ് ബസ് തടഞ്ഞത്. പണിമുടക്കിൽ ഇടതുപക്ഷ സംഘടനകളുമായി സഹകരിക്കാതെ ഇടുക്കിയിലെ INTUC. ജില്ലയിൽ INTUC ഒറ്റയ്ക്കാണ് സമരവുമായി മുന്നോട്ട് പോകുന്നത്. CPM ജില്ലാ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിൽ പ്രതിഷേധിച്ചാണ് നീക്കമെന്ന് INTUC വിശദീകരണം. സംസ്ഥാനത്താകെ സംയുക്ത ട്രേഡ് യൂണിയൻ ഒറ്റക്കെട്ടായി സമരം ചെയ്യുമ്പോൾ ഇടുക്കിയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഇടതനുകൂല സംഘടനകളുമായി സഹകരിക്കാതെ ഒറ്റയ്ക്ക് പണിമുടക്കുകയാണ് INTUC. CPM തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കൂറുമാറ്റ രാഷ്ട്രീയം നടത്തുന്നു എന്നാരോപിച്ചാണ് നീക്കം. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൊലവിളി മുഴക്കുന്നതും അക്രമ രാഷ്ട്രീയത്തിന് കോപ്പുകൂട്ടുന്നതും അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ പറയുന്നു. എവിടെയോ ഒരു കുത്ത് നടന്നെന്ന് പറഞ്ഞിട്ട് ആ കുത്തിന്റെ പേരിൽ INTUCയുടെ കൊടിമരങ്ങൾ മൊത്തം തകർത്തെരിയുക, INTUC പ്രവർത്തകരെ തല്ലുക, അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ CV വരിക്കുന്ന അക്രമം രാഷ്ട്രീയം കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയാണ് INTUC ഇടുക്കി ജില്ലയിലെ ഒറ്റയ്ക്ക് സമരപരിപാടി നടത്താൻ തീരുമാനിച്ചത്. പണിമുടക്ക് ഇടുക്കി ജില്ലയിൽ പൂർണ്ണമാണ്. തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ പണിമുടക്കിൽ പങ്കാളികളായി. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം വളാഞ്ചേരി കോളമംഗലത്ത് നഗരസഭ സ്ഥാപിച്ച സംരക്ഷണ വേലി CPM പ്രവർത്തകർ പൊളിച്ചു നീക്കി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് നഗരസഭയും പോലീസും ചേർന്ന് കഴിഞ്ഞ ദിവസമാണ് വേലി സ്ഥാപിച്ചത്. മുനിസിപ്പാലിറ്റിയുടെ നടപടി രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലാണെന്ന് CPM ആരോപിച്ചു.
കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള ഹൈക്കോടതി വിധിയെ തുടർന്നാണ് ശനിയാഴ്ച വളാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ കുളമംഗലം കൊതേത്തോടിൽ സംരക്ഷണവേലി കെട്ടിയത്. പോലീസിന്റെ സഹായത്തോടെയാണ് സംരക്ഷണവേലി സ്ഥാപിച്ചത്. ഇതോടെ സമീപത്തെ ഡോക്ടർ ദമ്പതികൾക്കും പരിസരവാസികൾക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. ഇവർ CPMന്റെ സഹായം തേടിയതോടെയാണ് പ്രവർത്തകരെത്തി വേലി പൊളിച്ചത്. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ധിക്കാര നടപടിയാണ് മുനിസിപ്പാലിറ്റി സ്വീകരിച്ചതെന്ന് CPM വളാഞ്ചേരി ഏരിയ സെക്രട്ടറി KP ശങ്കരൻ മാസ്റ്റർ ആരോപിച്ചു. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ധിക്കാരപരമായ നിലപാട് ഈ പ്രദേശത്തെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള കേന്ദ്രമായി മുനിസിപ്പൽ സെക്രട്ടറിയെ കോടാലി കൈയായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറുടെ വീട്ടിലേക്കുള്ള വഴി ഒരു സുപ്രഭാതത്തിൽ കോടതി ഉത്തരവിൻ്റെ പേര് തടയുകയാണ്. യഥാർത്ഥത്തിൽ കോടതി പറഞ്ഞത് ഡോക്ടറെ വഴി സംരക്ഷിക്കണം എന്നാണ്. ഇപ്പോൾ സംഭവിച്ചതെന്താ? ഡോക്ടറുടെ വഴി മാത്രമല്ല, ഒരു ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പ്രായമായിട്ടുള്ള ആളുകൾ അടക്കമുള്ളവരുടെ വഴി ഒരു സുപ്രഭാതത്തിൽ തടഞ്ഞു വെക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ്. നഗരസഭ സ്ഥാപിച്ച ബോർഡുകളും കാലുകളും പ്രവർത്തകർ നീക്കം ചെയ്തു. വരും ദിവസങ്ങളിൽ സമരം ശക്തമായി തുടരുമെന്നാണ് CPMന്റെ മുന്നറിയിപ്പ്. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് പന്തൽ കച്ചവടത്തിന്റെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന 2 പേർ അറസ്റ്റിൽ. അബ്ദുൾ നിയാസ്, മുഹമ്മദ് ഇർഷാദ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ നിന്നും MDMA, കഞ്ചാവ് എന്നിവ പിടികൂടി. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഇടവേളയിലേക്ക്. മുക്കം ആശുപത്രി ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. പഴകിയ പൈപ്പുകൾ മാറ്റാതെ റോഡ് നിർമ്മിച്ചതാണ് പൊട്ടൽ പതിവാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പലപ്പോഴും ആഴ്ചകളോളം വെള്ളം കിട്ടാതെ ജനങ്ങൾ വലയുന്ന സ്ഥലത്താണ് പൈപ്പ് പൊട്ടി ഇങ്ങനെ വെള്ളം പാഴാകുന്നത്. കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടം ഓടുമ്പോഴാണ് മുക്കം ആശുപത്രി ജംഗ്ഷനിൽ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുക ഇവിടെ സാധാരണ സംഭവമാണ്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചതോടെ ആശുപത്രി ജംഗ്ഷനിലും പോലീസ് സ്റ്റേഷൻ മുൻവശത്തും പൈപ്പ് പൊട്ടൽ പതിവാവുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ പഴകിയ പൈപ്പുകളാണ് തുടർച്ചയായി പൈപ്പുകൾ പൊട്ടാൻ കാരണമെന്നാണ് പരാതി. റോഡ് നിർമ്മാണത്തിന് കരാറെടുത്ത കമ്പനിയെ നിരവധി തവണ അറിയിച്ചിട്ടും പൈപ്പ് മാറ്റാതെ റോഡ് പ്രവൃത്തി തുടരുകയാണെന്നും നാട്ടുകാർ പറയുന്നു. പൈപ്പ് മാറ്റാത്തത് കൊണ്ട് അടിയിലുള്ള പൈപ്പുകളൊക്കെ പൊട്ടിപ്പോയിട്ട് വെള്ളം ക്രമാതീതമായിട്ടാണ് ഇവിടെ പോകുന്നത്. ഈ വേനലിൽ നിന്ന് ലക്ഷക്കണക്കിന് ലിറ്ററുകളാണ് ഈ ഭാഗത്തു നിന്നൊക്കെ പൈസയും കൊടുത്ത് പല ആൾക്കാർ വാങ്ങുന്നത്. ഒരു ഇതും ഇല്ലാതെയാണ് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഈ വെള്ളം ഇങ്ങനെ പാഴായി പോകുന്നത്. വാട്ടർ അതോറിറ്റിയെയും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെയും നിരവധി തവണ വിഷയം അറിയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 മുക്കം. മൂന്നാറിലെ എസ്റ്റേറ്റ് മേഖലയിൽ സമാന്തര സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്ക് മതിയായ രേഖകളില്ലെന്ന് കണ്ടെത്തൽ. വാഹന പരിശോധന വിഭാഗം നടത്തിയ പരിശോധനയിലാണ് സ്കൂൾ വിദ്യാർത്ഥികളെ കുത്തി നിറച്ച് യാത്ര ചെയ്യുന്ന ഓട്ടോ അടക്കമുള്ള വാഹനങ്ങൾക്ക് മതിയായ രേഖകളില്ലെന്ന് കണ്ടെത്തിയത്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ സമാന്തര സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾ അടക്കമുള്ള വാഹനങ്ങൾ വർഷങ്ങളായി ഇൻഷുറൻസും നികുതിയും അടയ്ക്കുന്നില്ലെന്നാണ് കണ്ടെത്തിയത്. വാഹന പരിശോധനയിൽ പിടിച്ച വാഹനങ്ങളെ പിഴ ചുമത്തി വിട്ടയച്ചു. മൂന്നാർ ടൗൺ മേഖലയിൽ ആയിരക്കണക്കിന് ഓട്ടോകളും ജീപ്പുകളുമാണ് സമാന്തര സർവീസ് നടത്തുന്നത്. പരിശോധന ശക്തമാക്കണമെന്നും ഇത്തരം വാഹനങ്ങളെ റോഡിലിറങ്ങാൻ അനുവദിക്കരുത് എന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഫൈൻ ഈടാക്കി വിടുന്ന വാഹനങ്ങൾ വീണ്ടും റെക്കോർഡുകൾ ശരിയാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന വണ്ടികൾക്കും ഈ പറയുന്ന ഇൻഷുറൻസ് ഇല്ല. സമാന്തര സർവീസ് നടത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. മതിയായ രേഖകൾ ഇല്ലാത്തതിനാൽ പരിക്കേൽക്കുന്ന യാത്രക്കാർക്ക് ഇൻഷുറൻസ് അടക്കമുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാറുമില്ല. തോട്ടം മേഖലയിലെ വിദ്യാർത്ഥികളുടെ യാത്രയ്ക്ക് പഞ്ചായത്ത് വാഹന സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 മൂന്നാർ. പണിമുടക്ക് ദിവസം റോഡ് അറ്റകുറ്റപ്പണി നടത്തി കയ്യടി നേടി വടകര മൂരാട് നിവാസികൾ. ദേശീയപാതയിൽ മൂരാട് പാലത്തിലെ കുഴികൾ അടച്ചായിരുന്നു ഇവർ പണിമുടക്ക് ദിവസം ചിലവിട്ടത്. വാഹനങ്ങൾ തിരിച്ചുവിട്ട് പോലീസും ഇവർക്കൊപ്പം നിന്നു. ജനങ്ങളെ കാലങ്ങളായി ബുദ്ധിമുട്ടിക്കുന്ന മൂരാട് പാലത്തെ കുഴികൾ അടയ്ക്കാനാണ് ഒരു കൂട്ടം ആളുകൾ പണിമുടക്ക് ദിനത്തിൽ രംഗത്തിറങ്ങിയത്. ദേശീയപാത നിർമ്മിക്കാൻ കരാറെടുത്ത കമ്പനി കോൺക്രീറ്റ് നൽകി സഹായിച്ചു. കമ്പനി തൊഴിലാളികളുടെ സഹായം കൂടി കിട്ടിയതോടെ തിങ്കളാഴ്ച ഉച്ചയോടെ പണി പൂർത്തിയായി. അപ്പോൾ ഇത് മുൻകൂട്ടി തന്നെ നമ്മൾ അറിയുന്ന ഒരു ഹർത്താലായതുകൊണ്ട് ബന്ധായതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ ബന്ദ് ദിവസം നമുക്ക് ഈ റോഡ് പാച്ച് വർക്ക് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട യുവജനങ്ങൾ എത്തിച്ചേരുകയും വളരെ നല്ല രീതിയിലൊരു ഈ പൊരിവെയിലത്ത് നിസ്വാർത്ഥ സേവനം എന്ന രീതിയിൽ നമ്മൾ ഇന്നത്തെ ദിവസത്തെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. കോൺക്രീറ്റ് ഉറയ്ക്കാനെടുക്കുന്ന സമയം വരെ ഗതാഗതം വഴിതിരിച്ചുവിട്ട് പോലീസും പ്രവൃത്തിയിൽ പങ്കാളികളായി. ആംബുലൻസ് പോലെയുള്ള അത്യാവശ്യക്കാരെ മാത്രമാണ് കയറ്റിവിട്ടത്. പണിമുടക്കിന് ശേഷം പാലത്തിലൂടെ സുഖകരമായി സഞ്ചരിക്കാൻ ഇന്നത്തെ പ്രവൃത്തി സഹായിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 വടകര. വിരമിച്ച SIയുടെ യാത്രയപ്പ് ചടങ്ങിൽ കിടിലൻ ഗ്രൂപ്പ് ഫോട്ടോയുമായി ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ.
സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ ഭീഷ്മപർവം സിനിമയിൽ മമ്മൂട്ടിയും കുടുംബാംഗങ്ങളുമായുള്ള ഫോട്ടോയായിരുന്നു ഇവർക്ക് പ്രചോദനം. ഷൊർണൂർ SI KA ജേക്കബിനുള്ള യാത്രയയപ്പ് ചടങ്ങിനിടെയാണ് CI PM ഗോപകുമാറും സഹപ്രവർത്തകരും ഭീഷ്മപർവം സ്റ്റൈലിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത്. വെള്ള ഷർട്ടും വെള്ള മുണ്ടുമായിരുന്നു ഡ്രസ് കോഡ്. കുടുംബാംഗങ്ങൾക്കൊപ്പം വന്ന SI ജേക്കബ് ഡ്രസ് കോഡ് പാലിക്കാത്തതിനാൽ ഭീഷ്മപർവം സ്റ്റൈൽ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് പുറത്തായെങ്കിലും ഔദ്യോഗിക ഗ്രൂപ്പ് ഫോട്ടോയിൽ താരമായി. എന്തായാലും യാത്രയയപ്പ് ചടങ്ങിനിടെ CIയും സംഘവും എടുത്ത സിനിമാ സ്റ്റൈൽ ഗ്രൂപ്പ് ഫോട്ടോ സ്റ്റേഷനിലെത്തിയവർക്കും രസക്കാഴ്ചയായി. ന്യൂസ് 18 പാലക്കാട്. കണ്ണൂരിൽ ബിരിയാണി ചലഞ്ചൊരുക്കി SYS പ്രവർത്തകർ. പരിയാരം മെഡിക്കൽ കോളേജിനടുത്ത് നിർമ്മിക്കുന്ന സ്വാതന്ത്ര്യ കേന്ദ്രത്തിന് ഫണ്ട് കണ്ടെത്താനാണ് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ബിരിയാണി ചലഞ്ച് നടത്തിയത്. 2 കോടി രൂപ ചെലവിൽ പരിയാരം മെഡിക്കൽ കോളേജിനടുത്ത് സാന്ത്വന കേന്ദ്രം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് SYS ജില്ലാ കമ്മിറ്റി. പദ്ധതിക്ക് ആവശ്യമായ ധനം സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് കണ്ണൂരിലെ 60ഓളം കേന്ദ്രങ്ങളിൽ ബിരിയാണി ചാലഞ്ച് നടത്തിയത്. വിവിധതരം രോഗങ്ങൾക്ക് ചികിത്സ തേടി മെഡിക്കൽ കോളേജിലെത്തുന്നവർക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ആവശ്യമായ സൗകര്യങ്ങൾ സാന്ത്വനം കേന്ദ്രം വഴി ലഭ്യമാക്കാനാണ് SYS പദ്ധതിയിടുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിനോട് ചേർന്ന് SYS കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിയാരം സാന്ത്വന കേന്ദ്രം 2 കോടി രൂപ ചെലവിൽ നിലവിൽ വരികയാണ്. കണ്ണൂർ ജില്ലയിലെ 60ഓളം വരുന്ന കേന്ദ്രങ്ങളിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി SYS മൊകേരി സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബിരിയാണി ചലഞ്ച് 7000ഓളം ബിരിയാണികളാണ് വിതരണം ചെയ്യുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഉദ്യമത്തിൽ പങ്കാളികളായത്. പണിമുടക്ക് ദിനം സേവന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ സന്തോഷത്തിലാണ് ജില്ലയിലെ SYS പ്രവർത്തകർ. ന്യൂസ് 18 കണ്ണൂർ. കണ്ടാൽ ഭീകരരാണ്, അടുത്തറിഞ്ഞാലോ പഞ്ചപാവങ്ങളും. 5 ഇഗ്വാനകളാണ് മഞ്ചേരി സ്വദേശി സുനീറിന്റെ വീട്ടിലുള്ളത്. മനുഷ്യരുമായി ഇണങ്ങിച്ചേരുന്ന ഇഗ്വാനകളുടെ വിശേഷങ്ങൾ അറിയാം. കാണുമ്പോൾ ആർക്കും ഒരു പേടിയൊക്കെ തോന്നുമെങ്കിലും ശരിക്കും ഇവർ സാധുക്കളാണ്, സസ്യപുക്കുകൾ. വിവിധ നിറങ്ങളിലുള്ള 5 ഇഗ്വാനകളാണ് മഞ്ചേരി കാരക്കുന്ന് സ്വദേശി സുനീറിന്റെ പക്കലുള്ളത്. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഇവർ സുനീറിനൊപ്പമുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശമാണ് ഇഗ്വാനകളുടെ പ്രധാന വാസസ്ഥലം. എങ്കിലും കേരളത്തിൽ ഇവയ്ക്ക് വൻ ഡിമാൻഡാണ്. അതിനാൽ തന്നെ ഇഗ്വാന വളർത്തൽ ലാഭകരമാണെന്നും സുനീർ സാക്ഷ്യപ്പെടുത്തുന്നു. എഗ്ഗ് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ അത്യാവശ്യം എൻക്വയറിയും കാര്യമുള്ള ഒരു പെറ്റാണ് ഇഗ്വാന. ഏകദേശം കുഞ്ഞുങ്ങളൊരു ചെറിയ കുഞ്ഞുങ്ങൾ ഗ്രീൻ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 9000 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. പിന്നെ കളറിനനുസരിച്ച് ഓരോ കളറിനെ ഡിപ്പെൻഡ് ചെയ്ത് പ്രൈസിലും മാറ്റം വരുന്നുണ്ട്. ഇഗ്വാനകൾക്ക് പുറമെ വ്യത്യസ്ത തരം പാരക്യൂറ്റുകൾ, തത്തകൾ, പൂച്ചകൾ എന്നിവയും സുനീറിന്റെ വീട്ടിലുണ്ട്. ന്യൂസ് 18 തിരൂർ. അപേക്ഷ നൽകി 10 വർഷമായിട്ടും പട്ടികജാതി കുടുംബത്തിന് വീട് ലഭിച്ചില്ലെന്ന് പരാതി. കൊട്ടാരക്കര അലക്കുഴിയിൽ രതീഷിന്റെ കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ. നിലവിലെ വീട് കാലപ്പഴക്കത്താൽ മേൽക്കൂര തകർന്ന അവസ്ഥയിലാണ്. ഞങ്ങൾക്ക് ഒരു വീടില്ല. മഴയാവുമ്പോൾ കുഞ്ഞുങ്ങളെ ഞാൻ ടേബിളിൻ്റെ കീഴിലാണ് കിടത്തി ഉറക്കിയിട്ടുള്ളത്. അതുപോലും ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞിട്ട് അവർക്കൊന്ന് വന്ന് കാണാനോ അല്ലെങ്കിൽ ഒരു വീട് തരാനോ ഉള്ളൊരു മനസ്സ് അവർക്കില്ല. തലവൂർ പഞ്ചായത്തിലെ മുട്ടൊടിൽ രതീഷും കുടുംബവും താമസിക്കുന്ന വീടാണിത്. 30 വർഷത്തിലധികം പഴക്കമുള്ള ഓടുമേഞ്ഞ വീട് ഇടിഞ്ഞു വീണു. താമസിക്കാൻ കഴിയാത്ത അവസ്ഥ. ലിസ്റ്റ് പേര് എൻ്റെ കിടക്കുന്നത് 1ാമത്തെ പേര് എൻ്റെ കിടന്നത് ബാലൻ. അച്ഛൻ്റെ പേരും ബാലൻ മയിലാടുംകുഴി വീട് എന്നുള്ള പേര് ലിസ്റ്റ് പേരുണ്ട്. ഞാൻ സന്തോഷമായി. കിട്ടൂല എൻ്റെ പെണ്ണിൽ പറഞ്ഞാൽ കിട്ടൂല, നമുക്ക് വീട് സാധനമൊക്കെ മാറ്റി നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഒരാഴ്ച കഴിഞ്ഞില്ല, 3-4 ദിവസം കഴിഞ്ഞ മെമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് ലിസ്റ്റ് ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞു അല്ലെണ്ണ ഞാൻ പേര് കണ്ടായിരുന്നല്ലോ. ആര് പറഞ്ഞു? ഞാൻ പിന്നെ അവിടെ ചെന്നപ്പോൾ അത് മറ്റേ അത് വെട്ടി നല്ലതായിട്ട് അത് കാണാൻ പറ്റാത്ത രീതിയിൽ ആക്കിയിട്ടേക്കുന്നു. 10 വർഷത്തിലധികമായി പഞ്ചായത്തിൽ വീടിന് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഈ പട്ടികജാതി കുടുംബം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായതുകൊണ്ടാണ് CPIM വാർഡംഗം വീട് അനുവദിക്കാത്തതെന്നാണ് ആരോപണം. ജില്ലാ കളക്ടർക്കടക്കം വീടിനായി അപേക്ഷ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. 35 വർഷം ഇത്രയും പഴക്കമുള്ളൊരു വീടിന് ലൈഫിന് അപേക്ഷ കൊടുത്തിട്ട് ഇന്നേ വരെയും
എന്തുകൊണ്ടെന്നാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പഞ്ചായത്ത് ചെല്ലുമ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ആ പേര് വെട്ടിമാറ്റുന്നൊരവസ്ഥയാണ്. ഇടിഞ്ഞു വീണ വീടിന് സമീപത്തെ താൽക്കാലിക ഷെഡിലാണ് ഇപ്പോൾ താമസം. മഴക്കാലം വരുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുമായി എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ് ഈ കുടുംബം. ന്യൂസ് 18 കൊട്ടാരക്കര. പാതി വഴിയിൽ നിർമ്മാണം നിലച്ച വീടിനൊരു മേൽക്കൂര വേണം. കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ശശികുമാറിന്റെ അപേക്ഷയാണിത്. മഹാപ്രളയത്തിൽ വീട് വാസയോഗ്യമല്ലാതായതോടെയാണ് പുതിയ വീട് നിർമ്മാണം ആരംഭിച്ചത്. ശശികുമാറിന് വിവിധ രോഗങ്ങൾ ബാധിച്ചതോടെ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ പാതി വഴിയിൽ മുടങ്ങി. 2018 ഉരുൾപൊട്ടലിലാണ് നെടുങ്കണ്ടം കിഴക്കേതിൽ ശശികുമാറിന്റെ വീട് വാസയോഗ്യമല്ലാതായി തീർന്നത്. സർക്കാരിൽ നിന്ന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിച്ചു. 5.5 ലക്ഷം രൂപയ്ക്ക് 4 സെന്റ് ഭൂമി വാങ്ങി പുതിയ വീടിന്റെ നിർമ്മാണവും ആരംഭിച്ചു. ശശികുമാറിന് വിവിധ രോഗങ്ങൾ ബാധിച്ചതോടെ വീടിന്റെ നിർമ്മാണം മുടങ്ങി. കണ്ണിലേക്കുള്ള ഞരമ്പ് ചുരുങ്ങുന്നതിനാൽ കാഴ്ച 80% നഷ്ടപ്പെട്ടു. ചികിത്സയ്ക്കായി നല്ലൊരു തുക ചെലവഴിച്ചു. ചേട്ടൻ്റെ കണ്ണിന് കാഴ്ചയില്ല, അതുകൊണ്ട് നമുക്ക് 50,000 രൂപ ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വീടാണെങ്കിലും 3-4 വർഷമായി പണി തീരാതെ ഇങ്ങനെ കിടക്കുക. വാർക്കയൊക്കെ ഉണ്ട്. കാരണം ഞങ്ങളിപ്പം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. മേൽക്കൂരയില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ മാസം 28-ാം തീയതി മാറണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ എല്ലായിടത്തും വീട് അന്വേഷിച്ച് ഇതുവരെ കിട്ടിയില്ല. 34 സെന്റ് ഭൂമി ഉണ്ടായിരുന്നെങ്കിലും ഉരുൾപൊട്ടലിൽ കൃഷിയോഗ്യമല്ലാതെയായി മാറി. നിലവിൽ വാടകയ്ക്കാണ് കഴിയുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയായ മകൻ രഞ്ജിത്തിന്റെ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ടു പോകുന്നത്. പാതി വഴിയിൽ നിർമ്മാണം നിലച്ച വീട് മേൽക്കൂര ഒരുക്കി താമസം തുടങ്ങുവാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. ന്യൂസ് 18 നെടുങ്കണ്ടം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.